ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം മധുരപ്പച്ചടിയാണ് കേട്ടോ. നമ്മൾ ഉപ്പിലിട്ടതും 3 കഴിഞ്ഞു, അതുപോലെ കിച്ചടിയും കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ ഓണസദ്യക്ക് ഇലയിൽ വിളമ്പുന്ന വിഭവം പച്ചടി, മധുരപ്പച്ചടിയാണ്. അപ്പം ഞാൻ ഇന്ന് മധുരപ്പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും ഏത്തപ്പഴവും കൊണ്ടാണ്, നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള പച്ചടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് പൈനാപ്പിൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു പച്ചടി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം അത് കാണണം എന്നുള്ളവർക്ക് അത് കാണാവേ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും പൈനാപ്പിളും കൊണ്ടുണ്ടാക്കുന്ന മധുരപ്പച്ചടിയാണ്. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ. മധുരപ്പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തപ്പഴം, അതുപോലെ തന്നെ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ, അതുപോലെ ഒരു 3-4 പച്ചമുളക്, ഒരു 2 കരിവേപ്പില, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പൈനാപ്പിളും ഈ ഏത്തപ്പഴവും നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൈനാപ്പിളുണ്ട്, ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് 2ആയിട്ട് കീറി വെച്ചിരിക്കുകയാണ്. 2ആയിട്ട് കീറിയിട്ട് ഒന്നുകൂടെ നെടുകെ പിളർന്നു. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണേ. അതിന് ഞാൻ ഈ ചട്ടിക്കകത്താണ് ഇതെല്ലാം വെക്കുന്നത്, മൺചട്ടിക്കകത്ത്. അപ്പം നമുക്ക് ഇതെല്ലാം ഇതിലോട്ടത് മാറ്റും. ഏത്തപ്പഴവും പൈനാപ്പിളും മുന്തിരിങ്ങയും കൂടെ ഇതിലോട്ടിടാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. മധുരമുള്ള കറി ആയതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി ഒത്തിരി ചേർക്കട്ടെ. നമ്മളിതിന് പച്ചമുളകാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു 2 കരിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അരയ്ക്കാനുള്ളത്. ഇത് ഒരുപാട് തേങ്ങയൊന്നുമില്ല, ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിനകത്തേക്ക് ഒരു 3 ചെറിയുള്ളി, അതുപോലെ തന്നെ ജീരകം, അതുപോലെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചടിക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കൂടെ ചേർക്കണം കേട്ടോ. പച്ചടിക്ക് നമ്മൾ ഒരു സ്വല്പം കടുക് കൂടെ ചേർക്കുവേ. ഒരു ഇത്തിരി കടുക്, ടേസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാവേ. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൈര് എടുത്തൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണം നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഈ അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാവേ. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്തേ. കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, നമ്മൾ ഈ മോര് ചേർത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ തൈര് ചേർത്തുണ്ടാക്കുന്ന കറികൾ തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കറി ഇങ്ങനെ വിട്ട് കിടക്കും, അരപ്പും വെള്ളവുമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്തത്. മൺചട്ടി കാരണം ചൂട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തിള വരും. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തത്. ഇനിയൊന്ന് കടുക് താളിച്ച് ചേർത്താൽ മതിയേ. നമ്മുടെ മധുരപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കണേ. അതുപോലെ ഞാൻ ഈ കറികളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ സദ്യയുടെ കറികൾക്ക്, അച്ചാറിനല്ലാത്ത ബാക്കി എല്ലാത്തിനും വെളിച്ചെണ്ണ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തളിച്ച് ചേർക്കാൻ പോവാണ്. അപ്പോൾ കടുക് നമുക്ക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉലുവ ചേർത്ത്, ഒത്തിരി ഉലുവ ചേർക്കണ്ട, കുറച്ച് ഉലുവ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് മുളകും കരിവേപ്പിലയും കൂടെ ചേർക്കും. ഇനി നമുക്കിത് കറിയിലോട്ടൊന്ന് ചേർക്കാം. ഇനി ഇതൊന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ ഓണസദ്യയുടെ മധുരപ്പച്ചടിയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യയ്ക്ക് എരിവും പുളിയൊക്കെയുള്ള കറികളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വല്പം മധുരമുള്ള കറി എടുത്ത് നാക്കെ തൊടുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യയ്ക്ക് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കറി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം.